നമസ്കാരം. സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ വീഡിയോയിൽ ഒരുപാട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കൂടുതൽ റെസ്പോൺസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ ഇടാത്ത ഒരുപാട് ഇൻഫർമേഷനും അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻസും ഫ്രീ ക്ലാസ്സസും എല്ലാം കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയമാണ്. അതാണ് ബ്രഹ്മമുഹൂർത്തം. ഒരുപാട് ആൾക്കാർ ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മമുഹൂർത്തം എന്നുള്ളതിന് ശാസ്ത്രീയമായ ഗ്രന്ഥ ബേസായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് നമ്മളുടെ ധർമ്മശാസ്ത്രങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ മറ്റു മതങ്ങളിൽ ആ ഒരു ടൈമിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷന് ഇതിൽ കൂടുതൽ നല്ല സമയം ഇല്ല. അതും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഈ വീഡിയോ പൂർണ്ണമായി കാണുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ച് കിട്ടുന്നതായിരിക്കും. എന്താണ് ബ്രഹ്മമുഹൂർത്തം? ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തതായി കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ ചില 3 മണി തൊട്ട് 5 മണി വരെ, അല്ലെങ്കിൽ 5 മണി തൊട്ട് 6 മണി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് ശാസ്ത്രത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? സൂര്യ ഉദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പും 48 മിനിറ്റ് ദൈർഘ്യവുമുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അതായത് സൂര്യോദയത്തിന് 1 hour 36 minutes. ഇപ്പോൾ സൂര്യോദയം 6 മണിക്കാണെന്നിരിക്കട്ടെ, അതിൻ്റെ 1 hour 36 minutes സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും സമയം? 4:24 എന്നുള്ള സമയമാണ്. 4:20, 4:24 AM. 4:24 AM, അതായത് 48 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം, അതായത് 5:12 വരെ. അതെപ്പോഴാണ്? 6 മണിക്കാണ് സൂര്യോദയം എങ്കിൽ അപ്പോഴാണ്. അപ്പോൾ ഈ സൂര്യോദയത്തിനനുസരിച്ചാണ് ബ്രഹ്മമുഹൂർത്തം ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഗ്രന്ഥപരമായിട്ടുള്ള ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ തൊട്ട് അടുത്തുള്ള മുഹൂർത്തമാണ് സമുദ്രമുഹൂർത്തം. അതിന് മുമ്പുള്ളത് യാമികദ്വൈതിയും വിഷ്ണുവും, അങ്ങനെയുള്ള മുഹൂർത്തങ്ങളുണ്ട്. അതെല്ലാം നല്ല മുഹൂർത്തങ്ങളാണ്. ബ്രഹ്മമുഹൂർത്തം എന്താണ്? വളരെ നല്ല മുഹൂർത്തമാണ്. വ്യത്യാസമുണ്ട്. ബ്രഹ്മമുഹൂർത്തം വളരെ നല്ലതും മറ്റെല്ലാം മുമ്പും തൊട്ട് താഴെയുള്ള സമുദ്രമുഹൂർത്തവും നല്ല മുഹൂർത്തങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ പലരും പറഞ്ഞിട്ടുള്ളത് 3 മണി തൊട്ട്, അല്ലെങ്കിൽ 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയവും 4 മണി തൊട്ട് 6 മണി വരെയുള്ള സമയം നല്ലതാണെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? കാരണം 48 മിനിറ്റ് മാത്രമല്ലല്ലോ. പണ്ട് കാലത്തുള്ള സാധനങ്ങളെന്ന് പറയുന്ന മണിക്കൂറുകളാണ്. 1 മണിക്കൂർ 2 മണിക്കൂറൊന്നല്ല. മനസ്സിലായി? ആ ഒരു സമയത്ത്, ആ ഒരു 2-3 മണിക്കൂർ നമ്മൾ ആ ഒരു സാധന, ഗ്രന്ഥപാരായണം, ചാൻറ്റിങ്, മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. 48 മിനിറ്റ് മാത്രമല്ലല്ലോ നമ്മൾ സാധന ചെയ്യുക. ഇപ്പോൾ ഉള്ളവർ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആണെങ്കിലും പണ്ടുള്ള കാലത്ത് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ആ ഒരു ടൈം, കാരണം ആ ഒരു ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിന് ബെനിഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ അതിന് മുമ്പുള്ള മുഹൂർത്തവും നല്ല മുഹൂർത്തമാണ്. ആ ഒരു ടൈമാണ്. എന്താണ് ബ്രഹ്മ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ബ്രഹ്മ മീൻസ്, ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മ. പല ഇൻ്റർപ്രിട്ടേഷനാണ് അതിനുണ്ട്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ആണ്, ബോധം, എല്ലാത്തിൻ്റെയും, നമ്മൾ പറയാറില്ല ഡിവൈൻ, എല്ലാത്തിൻ്റെയും ആധാരം ബ്രഹ്മം, പരബ്രഹ്മം. ഈ പരബ്രഹ്മം ചില ആൾക്കാർ തന്നെ ബ്രഹ്മ എന്നുള്ള വേറൊരു ഇൻ്റർപ്രിട്ടേഷന് ചെയ്യാറുണ്ട്. അദ്വൈതപരമായിട്ട് നമ്മൾ പരബ്രഹ്മം എന്നുള്ളത് ആണ് എടുക്കുന്നത്. അപ്പോൾ പരബ്രഹ്മം അതായത് ടൈം ഓഫ് ദ ക്രിയേറ്റർ, അതായത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്നാണ് അർത്ഥം. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് അപാരമായിട്ടുള്ള എഫക്റ്റാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. ഇസ്ലാമിൽ നോക്കുക, നിങ്ങൾ ആദ്യത്തെ നിസ്കാര സമയം എന്താണ്? ഫജ്ർ നിസ്കാരം. ഫജ്ർ നിസ്കാരം എപ്പോഴാണ് അതിൻ്റെ സമയം? ഏകദേശം ഈ ഒരു സമയമാണ്. മനസ്സിലായോ? ഈ ഒരു സമയം തന്നെയാണ് ഏകദേശം. അപ്പോൾ
നമ്മൾ ആ രാവിലെ പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ ഒരു സമയം, ഈ ആദ്യത്തെ ഈ നിസ്കാരമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിസ്കാര സമയം. അപ്പോൾ ആ രാവിലെയുള്ള ആ ഒരു പ്രയർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോ. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഉഷാറായിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ക്രിസ്ത്യൻ ഇത് ബൈബിൾ എടുക്കുകയാണെങ്കിൽ മാർക്ക് 1.35 അധ്യായം 1 35 എടുത്ത് നോക്കുക. ജീസസ് അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുറച്ച് ഇരുട്ട് ഉള്ള ഒരു സമയത്ത്, എന്നാൽ സൂര്യൻ ഉദിച്ചിട്ടുമില്ല, ആ സമയത്ത് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കുക, നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. അഷ്ടാംഗ ഹൃദയത്തിൽ ഒരു ശ്ലോകമുണ്ട്, ബ്രഹ്മീ മുഹൂർത്തമുത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷ്യാർത്ഥമായുഷാ തത്ര സർവാർത്ഥ ശാന്ത്യർത്ഥം സ്മരേച്ഛ മധുസൂദനം. അഷ്ടാംഗ ഹൃദയം അറിയാം, ആയുർവേദത്തിന്റെ പരമമായിട്ടുള്ള ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ എസൻസ്. അപ്പം ഇത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള യോഗശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, എല്ലാ റിലീജിയസ് ട്രഡീഷനിലും പറയുന്നുണ്ട്. അപ്പം എന്താണ് നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ടത്? ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് ഇരട്ടിയാണ്. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും, വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും നല്ല സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എണീക്കുമ്പോൾ ഉറപ്പായിട്ടും യു വിൽ ഫീൽ ഇൻറ്റൻസ് കണക്ഷൻ വിത്ത് യുവർ ഡിവൈൻ. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുമ്പോൾ ഡിവൈനുമായിട്ട് അപാരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകും. ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ക്രിപ്ചേഴ്സ് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ബുക്സ് റീഡ് ചെയ്യാം, നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, ചാൻറ്റിങ് ചെയ്യാം, ദിക്ർ ചാൻറ്റിങ് ചെയ്യാം, നാമജപം ചെയ്യാം, പ്രാർത്ഥനകളെല്ലാം ചെയ്യാം. ഈ സമയത്ത് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഈ സമയത്ത് ചെയ്യുക 100 times ബെറ്റർ എന്ന് കരുതി നിങ്ങളുടെ ആരോഗ്യം എന്താ പറയുക, രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്ന് കരുതി നിങ്ങൾ രാവിലെ ഇതിനു വേണ്ടി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ മാത്രം. മനസ്സിലായി? ഭയങ്കര പവർഫുള്ളാണ് മാനിഫെസ്റ്റേഷൻ. രാവിലെ ചെയ്യുമ്പോൾ അത്ര ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ടാവുക. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം ഇന്ത്യയുടെ ബ്രഹ്മമുഹൂർത്തമാണോ സിംഗപ്പൂരിലെ ബ്രഹ്മമുഹൂർത്തം? ഒരിക്കലും അല്ല. സൂര്യോദയത്തിന് 1.36 വെച്ച് സബ്ട്രാക്ട് ചെയ്യാം, അപ്പോൾ കിട്ടുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൻ്റെ ടൈമും ആ ഒരു 48 മിനിറ്റാണ് ബ്രഹ്മമുഹൂർത്തം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് സൂര്യോദയത്തിൻ്റെ സമയം അനുസരിച്ച് മാറിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്ന് കരുതി നിങ്ങൾ ബ്രഹ്മമുഹൂർത്തം 48 മിനിറ്റ് അതിന് കുറച്ച് മുമ്പ് ഇരുന്നാലും കുറച്ച് ശേഷം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം മുമ്പും ശേഷവുമുള്ള ടൈം അതീവ പ്രാധാന്യമായിട്ടുള്ള ഡിവൈൻ ടൈം തന്നെയാണ്. മനസ്സിലായോ? ബ്രഹ്മമുഹൂർത്തം ഈ ഒരു 48 മിനിറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു ദിവസം നമുക്ക് 1440 മിനിറ്റ് ആണുള്ളത്. അതിനെ 30 മുഹൂർത്തം, 48 മിനിറ്റിൻ്റെ 30 മുഹൂർത്തമായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് സൂര്യോദയത്തിന് മുമ്പ് 1 മണിക്കൂർ 36 മിനിറ്റ്സ് മുമ്പുള്ള ഈ ഒരു ടൈമാണ് ബ്രഹ്മമുഹൂർത്തം. 48 മിനിറ്റ് നീണ്ടു നിൽക്കും. ഓരോ മുഹൂർത്തവും 48 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതൊക്കെ ചെയ്യാം. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചാൻറ്റിങ് ചെയ്യുക. എന്തെങ്കിലും ചാൻറ്റിങ്, ഡിവൈൻ നെയിം ഓഫ് ദ ഡിവൈൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സജഷൻ, അഫർമേഷൻ, ഇതൊക്കെ ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുക? നിങ്ങൾക്ക് പല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ശ്വാസ നിരീക്ഷണം ചെയ്യുക, ശ്വാസത്തിനെ കണ്ണുകൾ അടയ്ക്കുക, ശ്വാസത്തിനെ നിരീക്ഷിക്കുക. അല്ലെങ്കിൽ ദീർഘശ്വാസം ഉള്ളിൽ കിടക്കുമ്പോൾ വയറ് ഉയർന്നു വരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് താഴ്ന്നു വരികയും ചെയ്യണം. ആ ബോധത്തോടു കൂടി ശ്വാസം എടുക്കുക. ശ്വാസത്തിൻ്റെ ശബ്ദത്തിലും വയറിൻ്റെ ചലനത്തിലും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിലോ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറച്ച് നേരം ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഗാധമായിട്ടുള്ളൊരു ധ്യാനത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പോകും. ഒരിക്കലും തുടക്കത്തിൽ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. ബ്രഹ്മമുഹൂർത്തം നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ രാത്രി 1 മണിക്ക് കിടന്നിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കരുത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച്
സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കം ഇല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുന്ന് ഉറങ്ങും. മനസ്സിലായോ? അപ്പോൾ എന്താണ്, ഒരു 10 മണിക്കോ എത്രയാണോ സഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഓരോരുത്തർക്കും ഓരോ സഫിഷ്യൻ്റ് പാറ്റേൺ ആണ് സ്ലീപ്പ്. അപ്പോൾ 8 മണിക്കൂറൊക്കെ വേണമെന്നൊക്കെ പറയുന്നവരുണ്ട്, അതല്ല അത് വേണ്ടെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ ഒരു കോൺട്രവേഴ്സിയാണ്. പക്ഷെ സഫിഷ്യൻ്റ് ആയിട്ട് ഉള്ള സ്ലീപ്പ് അത് നിങ്ങൾക്ക് അറിയുള്ളൂ, വേണം. അല്ലാതെ 12 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എണീക്കാൻ നിൽക്കരുത്. ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോഴേ കിടക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എണീക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എണീക്കും, പക്ഷെ ഇരുന്ന് ഉറങ്ങും, നിങ്ങൾ പോലും അറിയില്ല ഉറങ്ങും. മനസ്സിലായി? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാ ദിവസവും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും, എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്നൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ പുള്ളിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനും തോന്നിയിട്ടില്ല. കാലങ്ങളായിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ പോയി ഒന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളി ഇരുന്ന് ഉറങ്ങുവാണ്. നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഇരുന്ന് ഉറങ്ങുന്നത്. ചില സമയം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ധ്യാനത്തിലായിരുന്നു എന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അത് മൈൻഡിൻ്റെ ഒരു ട്രിക്കാണ്. മൈൻഡ് ഈസ് ഈക്വൽ ടു മായ. മനസ്സിലായോ? അപ്പം അത് നിങ്ങൾ നോക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറ്റുന്നവർക്ക് എഴുന്നേൽക്കുക. എനിക്ക് ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ യൂട്യൂബിൽ കിടക്കുന്നത്. അത് ഒന്ന് ആൾക്കാരെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയത്, എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മമുഹൂർത്തം എന്നറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.